Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മൾ ഹോസ്പിറ്റൽ എത്തിക്സ് ആൻഡ് ലോസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. എവിടെ വരെയാണ് ചാപ്റ്ററിൽ എടുത്ത് നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ? MTP Act. MTP Act അല്ലേ? Okay, MTP Act കംപ്ലീറ്റ് ആയിരുന്നോ? കംപ്ലീറ്റ് ആയിരുന്നു. ഓക്കെ. എന്താണ് MTP ആക്ട് എന്ന് പറയുന്നത്? എന്താണ് ആ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ആക്ട് നിലവിൽ വന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് MTP ആക്ട് നിലവിൽ വന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നിലവിൽ വന്ന ആക്ടാണ് MTP ആക്ട്? ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെ? അത് എത്ര സമയം, എത്ര ഡ്യൂറേഷൻ ആണ് അവിടെ പറയുന്നത്? എത്ര വീക്സ് ആണ്? 20 വീക്സ് വരെ അല്ലെ? അതിനുള്ളിൽ ഉള്ള ഇതാണ് പ്രഗ്നൻസി ടെർമിനേഷനെയാണ് നമ്മൾ ഈ ഒരു ആക്ട് വഴി എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ആക്ട് ഏത് വർഷമാണ് പ്രാബല്യത്തിൽ വന്നത്? വർഷം ഏതാണ്? 1971 ആണ്. ഈ ഒരു ആക്ട് നമ്മൾ പറഞ്ഞിരുന്നു 1971 വന്നു. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്നറിയപ്പെടുന്നു. ഇനി അത് ഏത് ദിവസമാണെന്ന് കൂടി ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ചിലതില് ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഇത് 10th August 1971 ആണ്. അപ്പൊ അതൊന്നും കൂടി നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മള് അടുത്ത ഒരു ആക്ടിലേക്ക് കടക്കുകയാണ്. കംപ്ലൈന്റ്സ് ഓഫ് PNDT ആക്ട്. ഇത് പഠിച്ചതല്ലേ? PNDT ആക്ട് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയാണ് ഈ ഒരു ആക്ട്? എന്തിനു വേണ്ടിയിട്ടാണ്? പ്രീനേറ്റൽ ഡിറ്റർമിനേഷന്റെ പ്രൊഹിബിഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ സെക്സ് സെലക്ഷൻ അല്ലെ, സെക്സ് ഡിറ്റർമിനേഷൻ, ലിംഗനിർണയത്തിന്റെ ആ ഒരു എന്താണ് പ്രിവെൻഷനും ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു നിയമത്തിൽ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത്. ശരി തന്നെയാണ്. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ ലിംഗം നിർണയിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ലിംഗനിർണയം പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം? റീസൺ ഉണ്ടല്ലോ അല്ലെ? എന്തുകൊണ്ടാണ് അത്? ലിംഗനിർണയം നടത്തിയാൽ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? ഒന്നുമില്ലേ? ഫീമെയിൽസിന്റെ അല്ലെ, ഫീമെയിൽ ഫീറ്റിസൈഡ് ആണ്. അതായത് പെൺ ഭ്രൂണഹത്യ അല്ലെ. ഗേളാണെന്ന് അറിഞ്ഞ പെൺകുട്ടികളാണ് അല്ലെങ്കിൽ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് അബോർഷൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ശരിയാണ് അല്ലെ? അപ്പൊ അവിടെ ഫീമെയിൽ ഫീറ്റിസൈഡ് അല്ലെങ്കിൽ പെൺ ഭ്രൂണഹത്യയിലേക്ക് അത് നയിക്കപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ അത് തടയുന്നത്. അപ്പൊ ആ ഒരു സെക്സ് അറിയുന്നില്ല. പ്രസവം കഴിയുന്നതിന് ശേഷമാണ് നമ്മൾ അത് കുട്ടിയാണോ പെണ്ണാണോ എന്ന് അറിയുന്നത്. അത് നമ്മുടെ നാട്ടിൽ ആ ഒരു നിയമം നടപ്പിലാക്കിയതിന്റെ പ്രധാന ഉദ്ദേശം സെക്സ് ഡിറ്റർമിൻ ചെയ്താൽ ഈ ലിംഗം നിർണയിച്ചാൽ പെൺകുട്ടിയാണെങ്കിൽ അവിടെ പെൺ ഭ്രൂണഹത്യയിലേക്ക് അല്ലെങ്കിൽ അബോർഷൻസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടിയത് കൊണ്ടാണ് ഈ ഒരു നിയമം നിലവിലാക്കിയത്, നടപ്പിലാക്കിയത്. നോക്കിയപ്പോ കംപ്ലൈന്റ്സ് ഓഫ് PNDT ആക്ട്. An act provide for the prohibition of sex selection before or after conception and for regulation of prenatal diagnostic techniques for the purpose of detecting abnormalities or metabolic disorders or chromosomal abnormalities or certain congenital malfunctions or sex-linked disorders and for the prevention of their misuse for sex determination leading to female feticide. എന്താ ഇവിടെ ഈ ഒരു നിയമം കൊണ്ട് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. നമ്മുടെ പെൺ ഭ്രൂണഹത്യ തടയുന്നതിന് വേണ്ടി, നിരോധിക്കുന്നതിന് വേണ്ടി സെക്സ് ഡിറ്റർമിനേഷൻ
ഇതുവഴിയിലൂടെയും നമുക്ക് ലിംഗം നിർണ്ണയിക്കാനുള്ള ആ ഒരു സാധ്യതയെ ഇവിടെ എന്ത് ചെയ്യുന്നു, തടയുകയാണ് ചെയ്യുന്നത്. അതായത് ഗർഭധാരണത്തിന് മുൻപും ശേഷവും നമുക്ക് യാതൊരു രീതിയിലും ഈ ലിംഗനിർണ്ണയം നടത്താനായിട്ട് ഈ ഒരു നിയമത്തിന്റെ അനുവദിച്ച് തരുന്നില്ല. അത് പ്രകടിപ്പിച്ച നിരോധനമാണ്. ആ ഒരു ലിംഗനിർണ്ണയം എന്ന് പറയുന്നത് ഇവിടെ നിരോധിക്കുകയാണ് ഈ ഒരു നിയമത്തിലൂടെ ചെയ്യുന്നത്. ആൻഡ് ഫോർ റെഗുലേറ്റിംഗ് എന്തിന്റെയൊക്കെ നിയന്ത്രണങ്ങൾ വെക്കുന്നുണ്ട്, പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്, നമ്മുടെ അൾട്രാസൗണ്ട് പോലെയുള്ള പ്രീനേറ്റൽ അല്ലെ, നമ്മുടെ പ്രസവാപൂർവമാണ്, പ്രസവത്തിന് മുൻപ് നമ്മൾ ഒത്തിരി സ്കാനിങ്ങുകൾ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലെ, ചെയ്യാറില്ലേ സ്കാനുകൾ. അപ്പൊ ആ ഒരു സ്കാനിങ്ങിൽ ഇപ്പൊ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താലൊക്കെ അവർക്ക് അറിയാൻ പറ്റും അല്ലെ, ഏത് ആ ഒരു കുട്ടി മെയിലാണോ ഫീമെയിലോ. കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു സ്കാനിങ് റിപ്പോർട്ടിൽ നോക്കി അറിയാൻ പറ്റും മെയിലാണോ ഫീമെയിലാണോ എന്നൊക്കെ അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ ഒരു സ്കാനിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ, എന്ത് പർപ്പസിന് വേണ്ടി ആയിരിക്കണം ഈ സ്കാനിങ് ചെയ്യണമെന്നായി ഈ നിയമത്തിൽ പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇപ്പൊ ജനറ്റിക് പരമായിട്ടുള്ള പല അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ വൈകല്യങ്ങളൊക്കെ കുഞ്ഞിനുണ്ടാവും അല്ലെ, അതൊക്കെ കണ്ടെത്താൻ വേണ്ടി നമുക്ക് ഈ പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചേ പറ്റുള്ളൂ അല്ലെ, ഉപയോഗിച്ചേ പറ്റുള്ളൂ. അതല്ലാതെ ഉപയോഗിക്കരുത് നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴും ഈ ഒരു പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്ക്, അതുപോലെയുള്ള അൾട്രാസൗണ്ട് പോലെയുള്ള ടെക്നിക്കുകൾ എന്ത് ചെയ്യണം, നമുക്ക് ഉപയോഗിക്കാം. എന്തുറപ്പ് വരുത്തണം അവിടെ ഇത് ജനറ്റിക് പരമായിട്ടുള്ള ഇങ്ങനെയുള്ള അബ്നോർമാലിറ്റീസ് കണ്ടെത്താൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ അതൊരു സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടി അല്ലെങ്കിൽ ലിംഗനിർണ്ണയത്തിന് വേണ്ടി ഇത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് ഈ ഒരു നിയമത്തിൽ പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമുക്ക് ആ ഒരു അബ്നോർമാലിറ്റീസ്, കുട്ടികൾക്ക് പലതരത്തിലുള്ള അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ വൈകല്യങ്ങൾ ഉണ്ടാവും. മെറ്റബോളിക് ഡിസോർഡേഴ്സ്. എന്താണ് മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ ഹൈപ്പോതൈറോയിഡിസം ആവാം, ഡയബറ്റിക്സ് ആവാം അല്ലെ. അങ്ങനെ അവരുടെ കെമിക്കൽ പ്രോസസ്സുകൾ, നോർമൽ ആയിട്ടുള്ള കെമിക്കൽ ബോഡിയിലെ നോർമൽ ആയിട്ടുള്ള കെമിക്കൽ പ്രോസസ്സുകളിൽ എന്തെങ്കിലുമൊക്കെ ഡിഫക്ട്സുകളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ഉണ്ടായി ചിലപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്, 23 pairs ഓഫ് ക്രോമസോംസ് ആണുള്ളത്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അല്ലെ, ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്, ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ അറിയപ്പെടാറുണ്ട് ഓരോ ഡിസോർഡേഴ്സിന്. അപ്പൊ അങ്ങനെയുള്ള ഡിസോർഡേഴ്സ് ചിലപ്പോൾ ഉണ്ടാവാം. ചിലപ്പോൾ സഡൻ കൺജീനിയൽ മാൽഫങ്ഷൻസ്, ജന്മനായുള്ള വൈകല്യങ്ങൾ, ബർത്ത് ഡിഫക്ട്സ് എന്നൊക്കെ പറയും അല്ലെ. ഇപ്പൊ എന്താണ് ക്ലെഫ്റ്റ് ലിപ്പ് എന്ന് കേട്ടിട്ടില്ലേ, മറ്റേ മുറിച്ചുണ്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതൊക്കെ നമ്മുടെ ബർത്ത് ഡിഫക്റ്റ് ആണ്, അതായത് ജന്മനാ ഉള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഡിഫക്റ്റുകൾ, ഇപ്പൊ ഹാർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും, ഇതൊക്കെ ആ കുട്ടിക്ക് ജന്മനാ ഉള്ളതാണ് അല്ലെ, ജനന സമയത്ത് അല്ലെങ്കിൽ ജന്മനാ ഉള്ള വൈകല്യങ്ങളാണ്, ബർത്ത് ഡിഫക്റ്റുകളാണ്. അപ്പൊ അങ്ങനെയുള്ളത് എന്തെങ്കിലും ഉണ്ടോ, സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് കാര്യങ്ങളുണ്ടോ? അപ്പൊ അതൊക്കെ എന്താ, ഹീമോഫീലിയ അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നസ്, ഇങ്ങനെയുള്ള സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക് ടെക്നിക്കുകളിലൂടെ മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ പോലും അത് ആ ഒരു രോഗം നിർണ്ണയിക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്ത രീതിയിൽ ലിംഗനിർണ്ണയം നടത്താൻ വേണ്ടി ഈ ഒരു ടെക്നിക്ക് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അങ്ങനെ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് അവർ ആ ഒരു സെക്സ് എന്ത് ചെയ്യുന്നു, ഡിറ്റർമൈൻ ചെയ്ത ലിംഗം നിർണ്ണയിക്കുകയാണെങ്കിൽ അത് എന്തിലേക്ക് നയിച്ചേക്കാം, ലീഡിങ് ടു ഫീമെയിൽ ഫീറ്റിസൈഡ്, പെൺ ഭ്രൂണഹത്യയിലേക്ക് നയിച്ചേക്കാം. അതിന്റെയൊക്കെ ആ ഒരു പ്രിവെൻഷൻ തടയുകയും അതിനെ നിയന്ത്രിക്കുകയും, ഈ പറയുന്ന ടെക്നിക്കൊക്കെ എങ്ങനെ ചെയ്യാം, എന്തൊക്കെ രീതിയിൽ ചെയ്യാം, എന്തൊക്കെ ഈ ഒരു ടെക്നിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള നിയന്ത്രണങ്ങളും കൂടി ഈ ഒരു ആക്ടിന് കീഴിൽ വരുന്നത്. അടുത്തതായിട്ടുള്ള പോയിന്റ് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആക്ട് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ PNDT ആക്ട് അസെൻഡഡ് 2 പ്രാവശ്യം ആക്ട് ഉണ്ട് കേട്ടോ, ഒരെണ്ണം മതി. PNDT Act assented by President on 20 September 1994. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിച്ചേ. പ്രസിഡന്റ് 20 സെപ്റ്റംബർ 1994 1994 പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു, ഈ ഒരു PNDT ആക്ട് അംഗീകരിച്ചു. വിത്ത് എഫക്ട് ഫ്രം 1 January 1996. പക്ഷെ ഇത് പ്രാബല്യത്തിൽ വന്നത്, നല്ല നിർബന്ധപൂർവമായിട്ട് പ്രാബല്യത്തിൽ വന്നത് 1 January 1996 Then amended in 2002 and 2003. 2 പ്രാവശ്യം ഭേദഗതികൾ ചെയ്തിട്ടുണ്ട്. 2002 2003 ഈ നിയമത്തിൽ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്.
And the act was called as Prenatal Diagnostic Techniques Regulation and Prevention of Misuse Act 1994. ഈ ഒരു ആക്ട് നമ്മൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ട്. അതുകൊണ്ടാണ് ആ ഒരു ഷോർട്ട് ഫോം അങ്ങനെ വന്നിരിക്കുന്നത് അല്ലെ. പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ 1994. അതെന്തുകൊണ്ട് ആ ഒരു ഷോർട്ട് ഫോം അതുകൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഷോർട്ട് ഫോം എന്താണെന്നുള്ളത് നിങ്ങൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് മനസ്സിലാവും. അപ്പൊ ഇത് റെഗുലേഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് മിസ്യൂസ് ആണ്. ഇങ്ങനെയുള്ള ടെക്നിക്കുകളുടെ ഈ ഡയഗ്നോസ്റ്റിക് ടെക്നിക്കുകളുടെ മിസ്യൂസ് അല്ലെങ്കിൽ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുടെ പ്രിവെൻഷൻ തടയുകയും അതുപോലെ തന്നെ നിയന്ത്രണവുമാണ് ഈ ഒരു പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ടിലൂടെ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത്. ഇനി നൗ നോൺ ആസ് ഇപ്പോൾ ഈ ആക്ട് അറിയപ്പെടുന്നത് പ്രീകൺസെപ്ഷൻ ആൻഡ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് അതായത് പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ആക്ട് എന്നാണ്. ഈ ഒരു ആക്ട് നിലവിൽ ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് Preconception and Prenatal Diagnostic Technique, that is Prohibition of Sex Selection, ലിംഗനിർണയ നിരോധന നിയമം എന്നുകൂടി ഇവിടെ ഇപ്പൊ നിലവില് ഈ ഒരു ആക്ട് അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു PNDT ആക്ടിനെ പാലിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ആക്ട് കൊണ്ട് പ്രധാനമായിട്ടും എന്താ നമുക്ക് മനസ്സിലായത്, എന്താ അർത്ഥമാക്കുന്നത്? ലിംഗനിർണയം അല്ലെ, സെക്സ് സെലക്ഷൻ പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ നിരോധിക്കുകയാണ്. എന്തിലൂടെയാണ്? ബിഫോർ ഓർ ആഫ്റ്റർ കൺസെപ്ഷൻ, ഗർഭധാരണത്തിന് മുൻപും ശേഷവും ലിംഗനിർണയം നിരോധിക്കുന്ന ഒരു നിയമമാണ് PNDT ആക്ട്. അത് മനസ്സിലാക്കി വയ്ക്കുക. രണ്ടാമതായിട്ട് പറയുന്നത് ഈ പറയുന്ന നിയമം ഉപയോഗിച്ചുകൊണ്ട് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്, നമ്മുടെ പ്രസവപൂർവമായിട്ട് മുൻപ് നമ്മൾ നടത്തുന്ന കുറേയധികം ഡയഗ്നോസ്റ്റിക് രോഗനിർണയ ടെക്നിക്കുകളുണ്ട്. അത് ഈ അൾട്രാസൗണ്ട് പോലെയുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് ഈ പറയുന്ന കുട്ടിക്ക് എന്തെങ്കിലും രീതിയിലുള്ള അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ ജനറ്റിക് പരമായിട്ടുള്ള വൈകല്യങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ആ ടെക്നിക്കുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് ദുരുപയോഗം ചെയ്യാനായിട്ട് ഈ ഒരു നിയമം ആ ഒരു ദുരുപയോഗം ചെയ്യുന്നതിനെ നിരോധിക്കുകയും അല്ലെങ്കിൽ തടയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ദുരുപയോഗം ചെയ്താൽ ഈ ഒരു ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലിംഗം നിർണ്ണയിക്കാനും അതിലൂടെ പെൺഭ്രൂണഹത്യയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇതവിടെ തടയുന്നതും. ക്ലിയർ ആണോ ഇത്രേ? ഇനി ഈ ഒരു ആക്ട് എന്താണ് പ്രസിഡന്റ് അംഗീകരിച്ചത് 20th സെപ്റ്റംബർ 1994 ഇത് നിർബന്ധമായിട്ടും പ്രാബല്യത്തിൽ വന്നത് 1st ജനുവരി 1996 ആ 2002 2003 ഈ നിയമത്തിൽ ഭേദഗതികൾ വന്നിട്ടുണ്ട്. ഈ ആക്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ്, എന്താ ആക്ടിനെ വിളിക്കുന്ന ഒരു പേരാണ് നമ്മൾ PNDT ആക്ട് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട് 1994 എന്നായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതായത് റെഗുലേഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് മിസ്യൂസ്. ഇങ്ങനെയുള്ള പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്കുകളുടെ ദുരുപയോഗം തടയുക, അത് നിയന്ത്രിക്കുക. ഇത് രണ്ടുമാണ് ആ ഒരു ആക്ടിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ആക്ട് അറിയപ്പെടുന്ന പേരാണ് പ്രീകൺസെപ്ഷൻ ആൻഡ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് technique, that the prohibition of sex selection, ലിംഗനിർണയ നിരോധന നിയമം എന്ന രീതിയിലും ഇപ്പോൾ ഈ ഒരു ആക്ട് അറിയപ്പെടുന്നുണ്ട്. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയ PNDT ആക്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ ആണോ? ക്ലിയർ ആണോ അത്? ഓക്കെ. അടുത്തതാണ് കംപ്ലൈന്റ്സ് ഓഫ് BMW ആക്ട്. എന്താ BMW ആക്ടിൽ പറയാം? ബയോമെഡിക്കൽ
ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഹാൻഡ്ലിംഗ് റൂൾസ് ആണ് അല്ലെ. ഇപ്പൊ നോക്കി ദ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് 1998 ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ. വർഷം ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് വർഷം, അല്ലെങ്കിൽ ആ നിയമം എന്തിനു വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത് കേട്ടോ. ഇയേഴ്സ് ഒത്തിരി ഇയേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോന്നും ഒന്ന് എഴുതി വെച്ചാൽ മതി. ഒരു പേജില് എല്ലാ നിയമങ്ങളും ഏതൊക്കെ വർഷം ഏതൊക്കെയാണ് പ്രാബല്യത്തിൽ വന്നത് എന്ന് ഒരുമിച്ച് ഒന്ന് എഴുതി വെക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കാനും കുറച്ചുകൂടി എളുപ്പമുണ്ടാവും കേട്ടോ. അപ്പൊ നോക്കി ദ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് 1998 came into force in 1998. 1998 ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത്. And in exercise of the power conferred by section 6, 8 and 25 of EP Act 1986, the central government notified these rules for the management and handling of biomedical wastes generated from hospitals, clinics, other institutions for scientific management of biomedical waste. അതായത് ഇവിടെ section 6, 8 and 25 of EP Act. എന്താ EP Act? എന്തിന്റെ ഷോർട്ട് ഫോം ആണ് EP? ഏത് ആക്ടിന്റെയാണ്? എന്താണ്? ഒരു ഐഡിയ ഇല്ല. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെ. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് കേട്ടോ. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ അങ്ങനെ കിട്ടാത്തതൊക്കെ എനിക്ക് ഒന്ന് എഴുതി വെച്ചേക്കണം കേട്ടോ. EP ആക്ട് എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 സെക്ഷൻ 6, 8, 25. ഈ 3 സെക്ഷനുകളിലും പ്രധാനമായിട്ടും പറയുന്നത് കുറച്ച് റൂൾസ് ആണ്. അതായത് നമ്മുടെ റെഗുലേറ്റ് ചെയ്യുക, അതിന്റെ എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് നിയന്ത്രിക്കുക, അതുപോലെ തന്നെ ഈ പറയുന്ന ഹസാർഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട പവർ ടു മേക്ക് റൂൾസ് ഉണ്ടാക്കാനുള്ള അധികാരം നൽകുക. ഇതൊക്കെയാണ് ഈ ഒരു EP ആക്ട് സെക്ഷൻ 6, 8, 25 മുതലായ സെക്ഷനുകളിൽ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യാൻ ഡീൽ ചെയ്ത കാര്യങ്ങൾ ഇതാണ്. എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് നിയന്ത്രിക്കുക, അതുപോലെ തന്നെ ഹസാർഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക, ഇതുമായി ബന്ധപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും റൂൾസ് ഉണ്ടാക്കാനായിട്ടുള്ള അധികാരം കൊടുക്കുക. ഇതൊക്കെയാണ് ഈ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 സെക്ഷൻ 6, 8, 25. ഈ 3 സെക്ഷനും ഇതാണ് പ്രധാനമായിട്ടും ഈ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന ഈ സെക്ഷന്റെ ആ ഒരു വിനിയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സെക്ഷന്റെ ആ ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ പറയുന്ന റൂള്, അതായത് ഈ BMW റൂള് എന്ത് ചെയ്യുന്നു? വിജ്ഞാപനം ചെയ്തു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഫോർ ദ മാനേജ്മെന്റ് ആൻഡ് ദ ഹാൻഡ്ലിംഗ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റസ്. എവിടെ നിന്ന് ഉത്ഭവിക്കുന്ന, അല്ലെങ്കിൽ എവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്നതാ? എവിടെ നിന്നൊക്കെ ജനറേറ്റ് ചെയ്യുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകളാണ് ഉത്പാദിപ്പിക്കുന്നതാണ്? ഹോസ്പിറ്റല്, ക്ലിനിക്കുകള്, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും വരുന്ന അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഇങ്ങനെയുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകളുടെ സയന്റിഫിക് മാനേജ്മെന്റ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റസ് എന്നാണ് പറയുന്നത്. സയന്റിഫിക് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടുള്ള മാനേജ്മെന്റിനായിട്ട് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ ഒരു നിയമം വിജ്ഞാപനത്തിൽ കൊണ്ടുവന്നു. അപ്പോ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാൽ എന്തിന്റെ അധികാരത്തിലാവുന്നത്? ഈ EP ആക്ട്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986ന്റെ ഈ സെക്ഷനുകളിൽ 6, 8, 25 ഈ 3 സെക്ഷന്റെയും പവർ അല്ലെങ്കിൽ അധികാരത്തെ അല്ലെങ്കിൽ എന്നിവ പ്രകാരം നൽകിയിട്ടുള്ള ഒരു അധികാരം അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. അതിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക, അതിനുള്ള റൂൾസ് മേഡ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ അല്ലെങ്കിൽ അധികാരം കൂടി ഈ ഒരു സെക്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു അധികാരം വിനിയോഗിച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ പറയുന്ന ഹോസ്പിറ്റലുകളിൽ നിന്നും ക്ലിനിക്കുകളിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഉത്ഭവിക്കുന്ന അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കുന്ന ഇങ്ങനെയുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകളുടെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്തു? ഈ ഒരു BMW ആക്ട് വിജ്ഞാപനം ചെയ്തു. ആരെ വിജ്ഞാപനം ചെയ്ത? സെൻട്രൽ ഗവൺമെന്റ് ആണ് നോട്ടിഫൈ ചെയ്തത് അല്ലെങ്കിൽ വിജ്ഞാപനം ചെയ്തത്. ഇനി ഇതിന്റെ ഫസ്റ്റ് അമെന്റ്മെന്റ്, ആദ്യത്തെ 1ാം ഭേദഗതി എന്ന് അറിയപ്പെടുന്നു അല്ലെ. 1ാം ഭേദഗതി എന്ന് പറയുന്നത് 6/3/2000 6/3/2000 ഫസ്റ്റ് അമെന്റ്മെന്റ് അല്ലെങ്കിൽ 1ാമത്തെ ഭേദഗതി ഉണ്ടായിരിക്കുന്നത്. 2ാമത്തെ ഭേദഗതി സെക്കൻഡ് അമെന്റ്മെന്റ്, 2ാമത്തെ ഭേദഗതി 17/9/2003 Then on 28th March 2016, under Environment Protection Act 1986,
The MOEF and CC. എന്ന് വെച്ചാൽ ഇത് എന്തിന്റെ എക്സ്പാൻഡ് ഫോം ആണ്? എക്സ്പാൻഡ് ഫോം എന്തിന്റെ ഷോർട്ട് ഫോം? ഐഡിയ ഉണ്ടോ? മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് കേട്ടോ. അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കണം കേട്ടോ. ഒന്ന് എഴുതി വെച്ച് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് കേട്ടോ. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റ്, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് notified the new BMW rules 2016 and replaced the earlier rule. Earlier rule in the വർഷം എപ്പോഴായിരുന്നു? ആദ്യത്തെ BMW റൂള് ഏത് ഇയർ ആയിരുന്നു? ഏത് ഇയറാണ് നമ്മൾ പഠിച്ചേ? മറന്നുപോയോ? ഏത് ഇയറാണ് നമ്മൾ പഠിച്ചത്? ഈ BMW ആക്ട് 1998 ആണ് കേട്ടോ. ആ ഒരു അവിടെ മിസ്റ്റേക്ക് ഉണ്ട്, 1998 എന്നാക്കാം കേട്ടോ അവിടെ. ഓക്കെ, അപ്പൊ ഇവിടെ on 28th March 2016 ആയപ്പോഴേക്കും അണ്ടർ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്, നമ്മുടെ പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം നമ്മുടെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഈ പുതിയൊരു അതായത് പഴയ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ 1998 റൂളാണ്. ആ റൂളിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പകരം അത് റിവൈസ് ചെയ്ത് പുതിയൊരു BMW റൂള് 2016 എന്ന രൂപേണ വിജ്ഞാപനം ചെയ്യുകയുണ്ടായി. അതാരാ വിജ്ഞാപനം ചെയ്തത്? മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. പഴയ നിയമത്തിൽ കൂടുതൽ റിവൈസ് ചെയ്ത് അത് എന്ത് ചെയ്തു? പുതിയൊരു നിയമമായിട്ട് അവിടെ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്നു. അതെന്നാ കൊണ്ടുവന്നത്? അതെന്നാ നിലവിൽ വന്ന പുതിയ BMW റൂൾ നിലവിൽ വന്നത് എന്നാണ്? 28th March 2016 കേട്ടോ. അത് ഞാൻ ചെയ്ത് വെക്കണം കേട്ടോ. എന്നാണ് പുതിയ BMW റൂള് 2016 നോക്കുക. നമ്മുടെ ഏർലിയർ റൂൾ ആയിരുന്നു 1998 ഉണ്ടായിരുന്നത്. ക്ലിയർ ആണോ? അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരമാണ്. അതിന്റെ കീഴിലാണ് ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് പുതിയ റൂൾസ് റിവൈസ് ചെയ്ത് റീപ്ലേസ് ചെയ്തത്. ഇതിന് പകരം പഴയ റൂളിന് പകരം റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ കംപ്ലൈന്റ്സ് ഓഫ് BMW ആക്ട് എന്ന് പറഞ്ഞാൽ, ഈ BMW ആക്ട് എന്ന് പറഞ്ഞാൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് ആണ്. 1998 ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ഇനി ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്? 1986 എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിലെ സെക്ഷൻ 6, 8, 25 ഇതിന്റെ മൂന്നിന്റെയും അധികാരപ്രകാരം എന്തിന പ്രകാരം നൽകിയിട്ടുള്ള അധികാരം വിനിയോഗിച്ചുകൊണ്ട് അതൊരു പവർ കൊടുക്കാണ്. ആ റൂൾസ് ഉണ്ടാക്കാം എന്നൊരു പവർ കൊടുക്കുന്ന ആ ഒരു അധികാരം വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പുറത്തിറക്കിയ ഒരു വിജ്ഞാപനമാണ് ഈ പറയുന്ന ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഹാൻഡ്ലിംഗ് റൂൾ 1998 എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയാ ശാസ്ത്രീയപരമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നും ക്ലിനിക്കുകളിൽ നിന്നും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കിട്ടുന്ന ജനറേറ്റ് ചെയ്യുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകളുടെ ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു മാനേജ്മെന്റും ഹാൻഡ്ലിംഗുമാണ് ഈ ഒരു റൂളിൽ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്ന വിഷയം. ഇതിലെ ആദ്യത്തെ അമെന്റ്മെന്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഭേദഗതി വന്നത് 6/3/2000 രണ്ടാമത്തെ ഭേദഗതി വന്നത് 17/9/2003. മൂന്നാമതായിട്ട് ഇത് എന്താണ് 28th March 2016 ആയപ്പോ എന്തിന്റെ കീഴിലാണ്? പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന് കീഴിൽ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഈ ഒരു ആദ്യം ഉണ്ടായിരുന്ന ഈ 1998 റിവൈസ് ചെയ്ത് അതിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ റൂൾ ആക്കി റീപ്ലേസ് ചെയ്യുകയുണ്ടായി. അതാണ് ന്യൂ BMW റൂൾ 2016 എന്ന് അറിയപ്പെടുന്നത്. അത് 28 മാർച്ച് 2016 അത് പ്രാബല്യത്തിൽ വരുന്നത്. പുതിയ നിയമം. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയേ.
വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ അത്? ക്ലിയർ ആണോ ആക്ട്? ഓക്കെ ആണോ? ഓക്കെ. അടുത്തതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഇതറിയാവുന്നതല്ലേ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പഠിച്ചിട്ടുള്ളതല്ലേ? ഉപഭോക്തൃ സംരക്ഷണ നിയമം പഠിച്ചതല്ലേ? ഓക്കെ. എന്താണ് ഈ ഒരു ആക്ട് വഴി പറയുന്നത്? പറഞ്ഞ മിസ്സിന്റെ അടുത്ത് പറഞ്ഞേ, എന്താണ് ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം? ആ പേരിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ അല്ലെ? പേരിൽ നിന്ന് തന്നെ കിട്ടില്ലേ? എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്? കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സും ഇൻട്രസ്റ്റും അല്ലെ, അവരുടേതായിട്ടുള്ള അവകാശങ്ങളും താല്പര്യങ്ങളും മികച്ച രീതിയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിലാക്കിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെയും ആ കൺസ്യൂമേഴ്സുമായി ബന്ധപ്പെട്ട ഒത്തിരി റൈറ്റ്സ് അല്ലെങ്കിൽ അവർക്ക് വലിയ അവകാശങ്ങളുണ്ട്. അതെല്ലാം ഈ ഒരു ആക്ടിലൂടെ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. നോക്കിയേ, in order to provide for better protection of the interest of the consumer, the Consumer Protection Bill 1986 was introduced in the Lok Sabha on 5th December 1986. അതിന്റെ ഒരു വർഷം ഒന്ന് നോട്ട് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോ ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് in order to provide for better protection of the interests of the consumers എന്ന് പറയുന്നത് ഇവിടുത്തെ ഉപഭോക്താവിന്റെ താല്പര്യങ്ങൾ കൂടുതൽ മികച്ച രീതിയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ല് ലോക്സഭയിൽ എന്ത് ചെയ്തു? അവതരിപ്പിച്ചു. എന്നാ അവതരിപ്പിച്ചത്? 5th December 1986 ലോക്സഭയിൽ അവതരിപ്പിക്കുകയും ആ വർഷം അത് പാസ്സാക്കുകയും ചെയ്തു. So, here Consumer Protection Act 1986 is a social welfare legislation which was enacted as a result of widespread consumer protection movement. അപ്പൊ ഈ ഒരു പ്രൊട്ടക്ഷൻ ആക്ട് അതിന്റെ വർഷം നോക്കി വെക്കണം കേട്ടോ. 1986 അത് എന്നാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്? എന്നാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ചോദിക്കാട്ടോ. ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ല് എന്നാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്? 5th December 1986 എന്നാണ് കേട്ടോ പറയേണ്ടത്. അതിന്റെ ആൻസർ അതിൽ വ്യത്യാസം വരുമ്പോ ചിലപ്പോൾ മന്തിൽ വ്യത്യാസം ഉണ്ടാവാം, ചിലപ്പോൾ ഡേറ്റിൽ വ്യത്യാസം വരുത്തി തരാം, ചിലപ്പോൾ ഇയറിൽ വ്യത്യാസം വരുത്തി തരാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ലോയുമായി ബന്ധപ്പെട്ട് ആ ഒരു ഡേറ്റും ഇയറും ഒക്കെ ഒന്ന് നോക്കി വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. 5th December 1986 ലോക്സഭയിൽ ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ല് അവതരിപ്പിച്ചത്. ദെൻ ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്ന് പറയുന്നത് ഇതൊരു സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ ആണ്. ഇതൊരു സാമൂഹ്യ ക്ഷേമ നിയമ നിർമ്മാണമാണ്. വിച്ച് വാസ് ഇനാക്റ്റഡ്. എന്താണ് ഈ ഒരു നിയമം കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കാനായിട്ടുള്ള ഒരു കാരണം? ആസ് എ റിസൾട്ട് ഓഫ് വൈഡ്സ്പ്രെഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ്. വ്യാപകമായിട്ടുള്ള കൺസ്യൂമേഴ്സിന്റെ ഉപഭോക്താക്കളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വ്യാപകമായിട്ടുള്ള ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത്. Then the Consumer Protection Act 1986 അതിന്റെ ഷോർട്ട് ഫോമിൽ ആഗ്രഹിക്കുന്ന പേരാണ് കൊപ്ര എന്ന് വിളിക്കും കേട്ടോ. അപ്പൊ ഷോർട്ട് ഫോമിൽ ഈ ഒരു ഷോർട്ട് ഫോം തന്നാലും അല്ല ആക്ട് എന്ന് പറഞ്ഞു തന്നാലും രണ്ടും ഒന്നാണെന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ ഒരു ലോക്സഭയിൽ എന്നാണ് അത് അവതരിപ്പിച്ചത് എന്ന് അണ്ടർലൈൻ ചെയ്തിടുക. അതിന്റെ വർഷം അണ്ടർലൈൻ ചെയ്തിടുക. 1986 ആണ് ഈ ഒരു ആക്ടിന്റെ വർഷം എന്നത് നോട്ട് ചെയ്യുക. ദെൻ ഈ ഒരു ആക്ടിനെ അറിയപ്പെടുന്ന മറ്റൊരു ഷോർട്ട് ഫോമിൽ എന്താണ് നമ്മൾ അറിയപ്പെടുന്നത് എന്നും അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. And was an act by the Parliament of India enacted to protect the interest of consumers in India. അല്ലെ, ഇത് നമ്മുടെ പാർലമെന്റിൽ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയ ഒരു നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അല്ലെ. Enacted to protect the interest of consumers in India. ഇന്ത്യയിലെ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അവകാശങ്ങളും താല്പര്യങ്ങളും ഒക്കെ മികച്ച രീതിയിൽ എങ്ങനെ സംരക്ഷിക്കാം അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം
കൊണ്ടുവന്നിരിക്കുന്നത്. And it was replaced by the Consumer Protection Act 2019. ഇനി ഈ ഒരു ആദ്യത്തെ ഈ ഒരു 1986 നിയമം 2019 ആയി കഴിഞ്ഞപ്പോ മാറ്റി എന്ത് ചെയ്തു? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ആയിട്ട് റീപ്ലേസ് ചെയ്തു. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ BMW ആക്ട് പുതിയ നിയമം വന്നു, അതുപോലെ തന്നെ ഭേദഗതികൾ വരുത്തി റിവൈസ് ചെയ്ത് 2019 ഇതൊരു പുതിയ നിയമമായിട്ട് മാറി. ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ഇതിന് പകരമായിട്ട് അവിടെ വന്നു. Then it was made for the settlement of consumers' grievances and matters connected with it. അപ്പൊ ആദ്യത്തെ നിയമത്തിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങളും റൈറ്റ്സും സംരക്ഷിക്കുക എന്നുള്ളത് പ്രൊട്ടക്ട് ചെയ്യുക എന്നതായിരുന്നു കൂടുതലും അതിലുണ്ടായിരുന്ന വിഷയങ്ങൾ. എന്നാൽ രണ്ടാമത് റീപ്ലേസ് ചെയ്തു വന്ന 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടില് പ്രധാനമായിട്ടും അവര് ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇറ്റ് വാസ് മെയ്ഡ് ഫോർ ദ സെറ്റിൽമെന്റ് ഓഫ് കൺസ്യൂമേഴ്സ് ഗ്രീവിയൻസസ് ആൻഡ് മാറ്റേഴ്സ് കണക്റ്റഡ് വിത്ത് ഇറ്റ്. എന്ന് വെച്ചാൽ എന്താണ്? കൺസ്യൂമേഴ്സിനെ ഉപഭോക്താക്കൾക്ക് ഒത്തിരി എന്തുണ്ടാവാം? ഗ്രീവിയൻസുകൾ എന്ന് വെച്ചാൽ എന്താ? പരാതികൾ ഉണ്ടാവും അല്ലെ? അപ്പൊ ഒരുപാട് പരാതികൾ ഉണ്ടാവും. അപ്പൊ ആ കൺസ്യൂമേഴ്സിന്റെ ഇങ്ങനെയുള്ള വ്യാപകമായിട്ട് ഇങ്ങനെയുള്ള പരാതികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സെറ്റിൽ ചെയ്യാൻ അല്ലെങ്കിൽ തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 2019 ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രധാനമായിട്ടും നിലവിൽ വന്നിരിക്കുന്നത്. ആ ഒരു കൺസ്യൂമറിന്റെ ആ ഒരു ഇൻട്രസ്റ്റും റൈറ്റും പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കണം. അതോടൊപ്പം തന്നെ അവരുടെ പരാതികൾ പരിഹരിക്കുകയും വേണം അല്ലെ? അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 വന്നിരിക്കുന്നത്. And the act was passed on the assembly in October 1986 and came into force on December 24, 1986. ആദ്യത്തെ ആ ഒരു ലോയുടെ കാര്യമാണ് പറയുന്നത്, ഏർലി റൂളിന്റെ കാര്യമാണ്. ഈ ഒരു ആക്ട് അസംബ്ലിയിൽ ഒക്ടോബർ 1986 നമ്മുടെ എന്താണ് നമ്മുടെ അസംബ്ലിയിലെ നിയമസഭയില് ഒക്ടോബർ 1986 എന്ത് ചെയ്തു? പാസാക്കി. അതിനുശേഷം ഇത് പ്രാബല്യത്തിൽ വരുന്നത് എന്നാ? ഡിസംബർ 24, 1986. ആ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാണ് ഇത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന ഡേറ്റ്? എന്നാ? ഡിസംബർ 24, 1986 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. Then the statute on the rights was made before this COPRA Act. ഈ ഒരു ആക്ട് നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്തു? ഇതുമായി ബന്ധപ്പെട്ട അവരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഒരു അവിടെയാണ് കൺസ്യൂമേഴ്സിന്റെ ഉപഭോക്താക്കളുടെ അവകാശവുമായി ബന്ധപ്പെട്ട എല്ലാ നിയമാവലികളും തയ്യാറാക്കിക്കൊണ്ടാണ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത്. നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷമല്ല ഒരു നിയമാവലി തയ്യാറാക്കിയത്, അതിന് മുൻപ് തന്നെ ഈ നിയമാവലികൾ തയ്യാറാക്കിയിരുന്നു. അപ്പൊ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ പറയുന്നത് എന്താണ്? ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് അത് കൺസ്യൂമേഴ്സിന്റെ ഉപഭോക്താക്കളുടെ മികച്ച താല്പര്യങ്ങൾ, അതുപോലെ അവരുടെ താല്പര്യങ്ങളും അതുപോലെ അവരുടെ അവകാശങ്ങളും മികച്ച രീതിയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന ഒരു നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. അത് പ്രാബല്യത്തിൽ വന്നത് ഏത് വർഷം, ഏത് ദിവസം, ഏത് മാസമാണ് അത് പ്രാബല്യത്തിൽ വന്നത്? മറന്നുപോയോ? ഇപ്പൊ പറഞ്ഞില്ലേ മിസ് നോട്ട് ചെയ്ത് വെക്കണത്? ഏത് വർഷമാണ് അത് പ്രാബല്യത്തിൽ വന്നത്? ഡിസംബർ 24, 1986 ഇത് പ്രാബല്യത്തിൽ വരുന്നത് അല്ലെ? നിയമസഭയിൽ പാസ്സാക്കിയതാണ് ഒക്ടോബർ 1986. അതിന് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാവുന്നത് ഇത് ഫോഴ്സ് നല്ല രീതിയിൽ ശരിയായ രീതിയിൽ പ്രാബല്യത്തിൽ വന്നത് ഡിസംബർ 24, 1986 ആയിരുന്നു. അത് മറന്നു പോകരുത് കേട്ടോ. ഇനി ഇത് ലോക്സഭയിൽ ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത് എന്നാണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ല് അവതരിപ്പിച്ചത് എന്നാ? 5th December 1986 ആയിരുന്നു അല്ലെ? 5th December 1986 ഇത് എന്ത് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഇനി ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്ന് പറയുന്നത് ഒരു വ്യാപകമായിട്ടുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് പ്രാബല്യത്തിൽ വന്നൊരു നിയമമാണ്. ഇനി ഈ ഒരു നിയമം ഷോർട്ട് ആയിട്ട് നമ്മൾ വിളിക്കുന്നത് എന്താ? COPRA ആക്ട് എന്ന് വിളിക്കും അല്ലെ? ആ ആക്ട് ബൈ ഒരു പാർലമെന്റ്, നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പാസ്സാക്കിയ ഒരു നിയമമാണ്. അതവിടുത്തെ ഇന്ത്യയിലെ ഓരോ കൺസ്യൂമേഴ്സിന്റെയും ഉപഭോക്താക്കളുടെയും താല്പര്യവും റൈറ്റ്സും സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ഇനി ഈ ഒരു നിയമം 2019 ആയപ്പോൾ ഇത് എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്ത് പുതിയൊരു നിയമം വന്നു. ഇത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 വന്നു.
ആ 2019 എന്തിനെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്? എന്തിനെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്? ഉപഭോക്താക്കളുടെ പരാതികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരിഹരിക്കുന്നതാണ് അല്ലെ, ഗ്രീവിയൻസസ് ആണ്. പരാതികളുമായി ബന്ധപ്പെട്ട അത് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പറയുന്നത്. ദെൻ ഈ ഒരു ആക്ട് നമ്മൾ പറഞ്ഞു അസംബ്ലിയിൽ വന്നത് ഒക്ടോബർ 1986 ഇത് നിയമം പ്രാബല്യത്തിൽ വന്നത് ഡിസംബർ 24, 1986 ക്ലിയർ ആണോ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വേഗം ഒന്ന് വായിച്ചിട്ട് വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാണ് കേട്ടോ. അടുത്തതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, RTA ആക്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്? നമ്മൾ എപ്പോഴും ഈ ഒരു ഹോസ്പിറ്റൽ പരമായിട്ടല്ല, നമ്മൾ എപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് ആണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. എന്താണ് ആ ഒരു ആക്ടിൽ പറയുന്നത്? അല്ലെങ്കിൽ വിവരാവകാശ നിയമം എന്ന് മലയാളത്തിൽ പറയും അല്ലെ, വിവരാവകാശ നിയമം എന്ന് പറയും. എന്താണ് ഈ ഒരു ആക്ടിന്റെ പ്രത്യേകത? എന്തിനു വേണ്ടിയിട്ടാണ്? എവിടെ നിന്നുള്ള വിവരാവകാശമാണ് നമുക്ക് കിട്ടാം? എവിടെ നിന്നുള്ളതാ? എവിടെ നിന്നുള്ള വിവരാവകാശങ്ങൾ കിട്ടുന്നത്? എന്താണ്? ആരെങ്കിലും RTA ആക്ട് പ്രകാരം എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? പബ്ലിക് അതോറിറ്റികളിൽ നിന്ന് അല്ലെ, പബ്ലിക് അതോറിറ്റീസിൽ നിന്നാണ്, ഗവൺമെന്റ് ഓഫീസുകൾ പോലെയുള്ള പബ്ലിക് അതോറിറ്റികളിൽ നമ്മുടെ സ്റ്റേറ്റിന് കീഴിൽ വർക്ക് ചെയ്യുന്ന, സംസ്ഥാന ഇതിന് കീഴിൽ വർക്ക് ചെയ്യുന്ന, ഗവൺമെന്റ് കീഴിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ആണ്, വിവരങ്ങള് നമുക്ക് എന്ത് ചെയ്യാം റിക്വസ്റ്റ് ചെയ്യാം. അത് അവര് ഉടനെ തന്നെ നമുക്ക് ലഭ്യമാക്കി തരികയും വേണം. അതാണ് ഈ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലൂടെ പറയുന്നത്. ഇപ്പൊ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് ഈ ഒരു നിയമപ്രകാരം അവരോട് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കാവുന്നതാണ്. ചില ഡീറ്റെയിൽസ് നമുക്ക് കൈമാറാൻ പറ്റില്ല അല്ലെ, അത് സീക്രട്ട് ആയിട്ട് വെക്കേണ്ടതായിട്ടുള്ള ഡീറ്റെയിൽസ് അവർ തരില്ല. അല്ലാത്ത ഡീറ്റെയിൽസ് ഒക്കെ വ്യക്തമായിട്ട് നമ്മൾ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസിനും കൃത്യമായിട്ടുള്ള മറുപടികൾ പ്രകാരം അവർ നമുക്ക് തരുന്നതായിരിക്കും. അത് പർട്ടിക്കുലർ ഡേറ്റും ഒക്കെ ഉണ്ട്. വളരെ വേഗത്തിൽ എത്ര ദിവസത്തിനുള്ളിൽ തരാൻ പറ്റുമോ അത്ര ദിവസത്തിൽ. ഒരു മാസമാണ് ശരിക്കും ഒരു കാലാവധി വരുന്നത് അല്ലെ, ഒരു 30 ദിവസം. ആ ഒരു 30 ദിവസത്തിനുള്ളിൽ നമുക്കത് കിട്ടണം എന്നുള്ളത്, തരണം എന്നുള്ളത് ഈ ഒരു നിയമത്തിൽ പറയുന്നത്. അങ്ങനെ തരാൻ ഇപ്പൊ ഒരു 30 ദിവസത്തിനുള്ളിൽ തന്നില്ലെങ്കിൽ ആരാണോ അതിനുള്ള അധികാരമുള്ള വ്യക്തി അവര് പെനാൽറ്റി അടയ്ക്കേണ്ടതായിട്ട് വരും. നമുക്ക് ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, RTA ആക്ട് is an act of the Parliament of India to provide for setting out the practical regime of the right to information for citizens and replaces the previous Freedom of Information Act 2002. അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ പാർലമെന്റ്, ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമമാണ്. ടു പ്രൊവൈഡ് ഫോർ, എന്തിനു വേണ്ടിയിട്ടാണ്? സെറ്റിംഗ് ഔട്ട് ദ പ്രാക്ടിക്കൽ റെജിം, അതായത് പൗരന്മാർക്ക് വിവരാവകാശവുമായി ബന്ധപ്പെട്ട പ്രായോഗിക വ്യവസ്ഥകൾ രൂപപ്പെടുത്തുന്നതിനും and replaces the previous Freedom of Information Act 2002. 2002 മുൻകാലത്തെ വിവരാവകാശ സ്വാതന്ത്ര്യ നിയമം ഉണ്ടായിരുന്നു. 2002 ഒരു ആക്ട് ആയിരുന്നു ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. അതിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്ത് അതിന് പകരമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇത് ആരാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇന്ത്യയിലെ സിറ്റിസൺസ് അല്ലെങ്കിൽ പൗരന്മാർക്ക്
വിവരാവകാശവുമായി ബന്ധപ്പെട്ട ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു പ്രായോഗിക വ്യവസ്ഥ രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്, ഈ ഒരു ആക്ടിന് കീഴിൽ എനി സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഏതൊരു പൗരനും മേ റിക്വസ്റ്റ് ഇൻഫർമേഷൻ ഫോം, അവർക്ക് എന്ത് ചെയ്യാം, വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് ഈ ഒരു പബ്ലിക് അതോറിറ്റിക്ക് കൊടുക്കാം അല്ലെ. ഒരു പൊതു അധികാരിക്ക് എന്ത് ചെയ്യാം, ഒരു പബ്ലിക് അതോറിറ്റിക്ക് ആ ഒരു റിക്വസ്റ്റ്, എനിക്ക് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എനിക്ക് അറിയണം എന്ന ആ ഒരു വിവരം ഇവർക്ക് ആരായാം അല്ലെങ്കിൽ അഭ്യർത്ഥിക്കാം. എനി ബോഡി ഓഫ് ഗവൺമെന്റ് ഓർ ഇൻസ്ട്രുമെന്ററി ഓർ സ്റ്റേറ്റിന് കീഴിൽ വരുന്ന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഏതൊരു ബോഡിയും ഏതൊരു സ്ഥാപനവുമായിട്ട് നമുക്ക് ഈ ഒരു നിയമപ്രകാരം വിവരങ്ങൾ എന്ത് ചെയ്യാവുന്നതാണ്, അഭ്യർത്ഥിക്കാവുന്നതാണ്. ആൻഡ് വിച്ച് ഇസ് റിക്വയർഡ് ടു റിപ്ലൈ ഇമ്മീഡിയറ്റ്ലി, അതായത് ഈ ഒരു വിവരം നമ്മൾ അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അത് വിവരം തരണം, ആ മറുപടി തരണം. ഓർ വിത്തിൻ 30 days, മാക്സിമം 30 ദിവസമാണ്. 30 ദിവസത്തിനുള്ളിൽ നമുക്ക് ആ ഒരു മറുപടി തന്നിരിക്കണം. The Act also requires every public authority to computerize their records for wide dissemination and to proactively certain categories of information, so the citizen need minimum recourse to request for information formally. അതായത് ഇവിടെ എല്ലാം ഈ ഒരു നിയമത്തിൽ പറയുന്നതാണ്. ആക്ട് ഓൾസോ റിക്വയർസ്, എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, എല്ലാ പബ്ലിക് അതോറിറ്റികളും അവരുടെ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറൈസ് ആക്കണം, കമ്പ്യൂട്ടർ വൽക്കരിക്കണം. റെക്കോർഡ്സ് ഫോർ വൈഡ് ഡിസെമിനേഷൻ, അതായത് വൈഡായിട്ട് വിശാലമായിട്ട് നമുക്കതൊരു പ്രചരണം നടത്താൻ, പിന്നെ ആരെപ്പോ ചോദിച്ചാലും നമുക്ക് എളുപ്പത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ പറയുന്ന ആ ഒരു പബ്ലിക് അതോറിറ്റിയുടെ എല്ലാ റെക്കോർഡുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ചിരിക്കണം എന്ന് ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ and proactively certain categories of information, ചില ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മുൻകൂട്ടി കണ്ടെത്തി സൂക്ഷിച്ച് വെക്കേണ്ടതായിട്ട് വരും, ആൻഡ് കാറ്റഗറൈസ് ചെയ്തൊക്കെ വെക്കേണ്ടതായിട്ട് വരും. സോ ദാറ്റ് ദ സിറ്റിസൺ നീഡ് മിനിമം റിക്കോഴ്സ്. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റിസൺ അല്ലെങ്കിൽ ആ ഒരു പൗരന് ഒത്തിരി ബുദ്ധിമുട്ടൊന്നും ഈ ഒരു നിയമം എന്താണ് ഈ ഒരു ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി ഉണ്ടാക്കാൻ പാടില്ല. ടു റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ഫോർമലി ആ ഒരു ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് തന്നു കഴിഞ്ഞാൽ ആ ഒരു ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കാനായിട്ട് യാതൊരുവിധ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവാതെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ സിറ്റിസൺസിനെ ആ ഒരു പൗരന്മാർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഇൻഫർമേഷൻസ് ഒക്കെ മുൻകൂട്ടി കുറച്ച് കാറ്റഗറീസ് ആയിട്ട് തിരിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇവരുടെ എല്ലാ റെക്കോർഡുകളും കമ്പ്യൂട്ടർ വൽക്കരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പറയുന്ന കാര്യങ്ങളാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടില് അല്ലെങ്കിൽ RTA ആക്ട് എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പാസ്സാക്കിയ നിയമമാണ്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് പൗരന്മാർക്ക് ഒരു അവകാശമുണ്ട് അല്ലെ, വിവരാവകാശമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, പബ്ലിക് അതോറിറ്റികളിൽ നിന്ന് അവർക്ക് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാം, റിക്വസ്റ്റ് ചെയ്ത് അവർ അഭ്യർത്ഥിക്കുന്നതനുസരിച്ച് അവർക്ക് ആ ഒരു ഇൻഫർമേഷൻ ലഭ്യമാക്കാനുള്ള ഒരു അവകാശം ഓരോ ഇന്ത്യൻ സിറ്റിസൺസിനും പൗരന്മാർക്കും ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് അതിന് വേണ്ടിയിട്ട് അവർ ആ ഒരു പബ്ലിക് അതോറിറ്റികളിലേക്ക് ഒരു അപേക്ഷ അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന വെക്കുകയും അതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉടനടി അല്ലെങ്കിൽ ഒരു 30 ദിവസത്തിനുള്ളിൽ നമുക്ക് അതിനുള്ള മറുപടികളും ആ ഒരു പബ്ലിക് അതോറിറ്റി തന്നിരിക്കണം. ക്ലിയർ ആണോ? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം വായിച്ച് മനസ്സിലാക്കിയാൽ മതി. എല്ലാം വായിക്കണമെന്നൊന്നുമില്ല. മിസ് പറയുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റുകൾ ഉണ്ടല്ലോ, അത് നോട്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. കുറച്ചധികം ആക്ടുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. വേഗം ഒന്ന് വായിച്ച് നോക്കിയാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ക്ലിയർ ആണോ? റൈറ്റ് ഇൻഫർമേഷൻ ആക്ടിന്റെ വർഷം ഏതാ ഓർക്കുന്നുണ്ടോ? അത് ഇതിൽ കൊടുത്തിട്ടില്ല. ഏതാണ് റൈറ്റ് ഇൻഫർമേഷൻ ആക്ടിന്റെ വർഷം?
പഠിച്ചിട്ടുണ്ടോ ഇത്? മുൻപ് പഠിച്ചാണോ? പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഏതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലെ വർഷം? നമ്മൾ മിക്ക ഗവൺമെന്റ് എന്താണ് സ്ഥാപനങ്ങളിലും പോകുമ്പോൾ ഇത് എഴുതി വെച്ചിട്ടുണ്ടാവും. വിവരാവകാശ നിയമത്തിന്റെ കാര്യങ്ങള് എഴുതി വെച്ചേക്കും കണ്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? അവിടെ ഏത് വർഷമാണ് നോക്കി? 2005 കേട്ടോ. 2005 2005 ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ഒരു ഇയർ മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. അടുത്തതാണ് ഇഷ്യൂ ഓഫ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്. നമുക്കറിയാം ഈ വൈകല്യങ്ങളുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്? സർട്ടിഫിക്കറ്റ്, അവരുടെ വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാറുണ്ട് അല്ലെ? നമ്മുടെ ഗവൺമെന്റ് അതോറിറ്റിയിൽ നിന്ന് കൊടുക്കാറില്ലേ? അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഈ പറയുന്നത്. ഇഷ്യൂ ഓഫ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്. അതെ, പെൻഷൻ കിട്ടാനാവാം, അല്ലെങ്കിൽ ജോലിപരമായിട്ടുള്ള എന്തെങ്കിലും എന്താണ് കൺസെഷൻസ് കാര്യങ്ങൾ കിട്ടാനാവാം അല്ലെ? അപ്പൊ അങ്ങനെ പല രീതിയിലും അവർക്ക് അത് ഉപയോഗപ്രദമാകുന്നുണ്ട്. അപ്പൊ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇങ്ങനെ ഒരു ഡിസബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റൂ. അപ്പൊ നോക്കിയേ, അതിന് വേണ്ടിയിട്ട് റെസ്പെക്റ്റീവ് മെഡിക്കൽ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് ദ സ്റ്റേറ്റ് ഓർ ഡിസ്ട്രിക്ട് ലെവൽ ആർ ദ സർട്ടിഫൈയിങ് അതോറിറ്റി ടു ഇഷ്യൂ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്. എല്ലാവർക്കും അങ്ങനെ വെറുതെ നമുക്കൊരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല അല്ലെ? അവരുടേതായിട്ടുള്ള ആ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് അതോറിറ്റി ഉണ്ടാവും, ഒരു മെഡിക്കൽ ബോർഡ്. ആ ഒരു മെഡിക്കൽ ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ ബോർഡ്, അതായത് ഒരു സ്റ്റേറ്റ് ലെവലിലോ അതായത് ഒരു സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ ഒരു ജില്ലാ തലത്തിലോ ഒരു മെഡിക്കൽ ബോർഡിനെ രൂപീകരിക്കും. ആ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുള്ള മെഡിക്കൽ ബോർഡാണ് സർട്ടിഫൈയിങ് അതോറിറ്റി എന്ന് പറയുന്നത്. അവരാണ് ഈ ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ തോന്നിയ പോലെ എല്ലാ ഡോക്ടേഴ്സിനും കൊടുക്കാൻ പറ്റില്ല. ആ സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ ജില്ലാ തലത്തിലോ രൂപീകരിച്ചിട്ടുള്ള ആ മെഡിക്കൽ ബോർഡിലുള്ള അംഗങ്ങളാണ് സർട്ടിഫൈയിങ് അതോറിറ്റി എന്നറിയപ്പെടുന്നത്. അവരാണ് ഈ ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. The board consists of a chief medical officer. ഇനി ഈ ഒരു ബോർഡ് നമ്മൾ പറഞ്ഞല്ലോ, ഒരു മെഡിക്കൽ ബോർഡ് ഉണ്ടാവും. ആ മെഡിക്കൽ ബോർഡിലുള്ള അംഗങ്ങളാണ് പറയുന്നത് ചീഫ് മെഡിക്കൽ ഓഫീസർ ഓർ സബ് ഡിവിഷണൽ മെഡിക്കൽ ഓഫീസർ ഇൻ ദ ഡിസ്ട്രിക്ട്. ജില്ലയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ സബ് ഡിവിഷണൽ മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരിക്കും. രണ്ടാമതൊരു വ്യക്തി ആൻഡ് അനദർ എക്സ്പേർട്ട് ഇൻ ദ സ്പെസിഫിക് ഫീൽഡ്. അതായത് ഇപ്പൊ ഈ ഒരു ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും ഒരുപോലത്തെ ഡിസബിലിറ്റി ആണോ ഉണ്ടാവുന്നത്? ആണോ? പല ഭാഗങ്ങളിലായിരിക്കും ഇവർക്ക് വൈകല്യങ്ങൾ ഉണ്ടാവുക അല്ലെ? പല ഭാഗങ്ങളിലായിട്ടായിരിക്കില്ലേ? ചിലപ്പോൾ അവർക്ക് നടക്കാനായിട്ടുള്ള വൈകല്യ ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണിനാവാം, ചിലപ്പോൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ചിലപ്പോൾ സംസാരിക്കുന്നതിനാവാം അല്ലെ? അപ്പൊ അങ്ങനെ ഏത് സ്പെസിഫിക് ഫീൽഡിലാണോ ഇവർക്ക് ഡിസബിലിറ്റി ഉള്ളത് അതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ട് വേണ്ടേ? എന്നാലല്ലേ അതിനെ കുറിച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് ആധികാരികമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയും കൂടി ഈ ഒരു മെഡിക്കൽ ബോർഡിൽ വേണ്ടേ? അങ്ങനെ രണ്ട് വ്യക്തികളാണ് ഉണ്ടാവുക. ഒന്നാമത്തത് ചീഫ് മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ സബ് ഡിവിഷണൽ മെഡിക്കൽ ഓഫീസർ ഇൻ ദ ഡിസ്ട്രിക്ട്. അതുപോലെ തന്നെ രണ്ടാമത്തത് അനദർ എക്സ്പേർട്ട് ഇൻ ദ സ്പെസിഫിക് ഫീൽഡ്. ഏത് മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണോ നമ്മൾ കൊടുക്കാനുള്ളത് ആ ഫീൽഡുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എക്സ്പേർട്ട് അല്ലെങ്കിൽ വിദഗ്ധരും കൂടി ഈ ഒരു മെഡിക്കൽ ബോർഡിന് അംഗങ്ങളായിട്ടുണ്ടാകും. അടുത്തതായിട്ട് പറയുന്നത് എക്സാമ്പിൾ, കുറച്ച് എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഒഫ്താൽമിക് സർജൻ. ഒഫ്താൽമിക് സർജൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഒഫ്താൽമിക് സർജൻ ഐയുമായി ബന്ധപ്പെട്ട അല്ലെ? അതായത് ഇൻ കേസ് ഓഫ് വിഷ്വൽ ഹാൻഡികാപ്സ്, കണ്ണ് കാണാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ? കണ്ണുമായി ബന്ധപ്പെട്ട വൈകല്യങ്ങളുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ? അപ്പൊ അവരെയുള്ള ആളുകളെ ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വൈകല്യം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഒഫ്താൽമിക് സർജൻ ആണ് അവിടെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തി പറയുന്നത്. അപ്പൊ അവർ ആ ഒരു മെഡിക്കൽ ബോർഡ് അംഗമായിട്ടുണ്ടായിരിക്കും. ക്ലിയറാവുന്നുണ്ടോ? രണ്ടാമത്തത് ENT സർജൻ ഓർ അനോഡിയോളജിസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ കേസ് ഓഫ്
സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഹാൻഡിക്രാഫ്റ്റ്സ്, ഇപ്പൊ ചിലപ്പോൾ സംസാരവുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ കേൾവി അല്ലെ ശ്രവണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വൈകല്യങ്ങളുള്ളവരാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ കൂടുതൽ അറിയുന്നതിനും അവരുടെ എത്രത്തോളം വൈകല്യം ഉണ്ടെന്ന് കണക്കാക്കുന്നതിനും ഒരു ENT സർജൻ അല്ലെങ്കിൽ ഒരു ഓഡിയോളജിസ്റ്റ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അടുത്തത് an orthopedic surgeon or a specialist in physical medicine that and rehabilitation in case of locomotor handicaps. Locomotors എന്ന് പറഞ്ഞാൽ എന്താ? Locomotors എന്ന് പറഞ്ഞാല് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെ, ചിലപ്പോൾ അവർക്ക് നടക്കാനായിട്ടായിരിക്കും ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മറ്റ് മൂവ്മെന്റ്സുമായി ബന്ധപ്പെട്ട വൈകല്യങ്ങളാണ് ലോക്കോമോട്ടർ ഹാൻഡിക്യാപ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അതിനുവേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിസിക്കൽ മെഡിസിനുമായി ബന്ധപ്പെട്ട ആളുകളോ റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ ഒരു ഓർത്തോപെഡിക് സർജനോ ഒക്കെ ആയിരിക്കും അവിടെ ബന്ധപ്പെട്ട എക്സ്പെർട്ട് അതോറിറ്റികൾ എന്ന് പറയുന്നത് അധികാരികളായിട്ട് നിൽക്കുക. Psychiatrist or a clinical psychologist or a teacher in special education in case of mental handicaps അല്ലെ, മാനസികമായിട്ടുള്ള വൈകല്യങ്ങളുള്ളവരാണെങ്കിൽ അവർക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ അതിൻ്റെതായ അറിയാവുന്ന എക്സ്പെർട്ടുകൾ വേണം. അപ്പൊ അതൊന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്ന ടീച്ചർ ആവാം, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റോ ആവാം. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? അപ്പൊ ആരൊക്കെയായിരിക്കും അതായത് സ്പെസിഫിക് ഫീൽഡിലുള്ള എക്സ്പെർട്ടുകളായിരിക്കും അവിടെ ഉണ്ടാവുന്ന ഒരു അംഗം എന്ന് പറയുന്നത്. Okay, then the respective disability certificate for mental retardation or other disabilities, visual ആവാം, speech ആവാം, hearing ആവാം, locomotor disability is given as form X and Y in related resources. അതായത് ഇവിടെ ഫോം X എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള യൂസ്, അതായത് നമ്മുടെ ഗവൺമെന്റ് ബെനിഫിറ്റിന് വേണ്ടി ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഫോമാണ് ഫോം X എന്ന് പറയുന്നത്. Y എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലുകള് എന്ത് ചെയ്യുന്നു, ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണ് Y എന്ന് പറയുന്നത്. അതായത് അതിൽ നെയിം ഉണ്ടാവും, അവരുടെ അഡ്രസ് ഓഫ് ഇഷ്യൂയിങ് ബോഡി, ഏത് ബോഡിയാണ് അവർക്ക് ഈ ഒരു ഡിസബിലിറ്റി എന്ന് ഇഷ്യൂ ചെയ്ത് കൊടുത്തിരിക്കുന്നത്, അവരുടെ അഡ്രസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സർട്ടിഫിക്കറ്റിന്റെ ആ ഒരു ഫോർമാറ്റ് ആണ് Y എന്ന് പറയുന്നത്. മറ്റത് ഗവൺമെന്റ് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ജസ്റ്റ് വെറുതെ കൊടുത്തിരിക്കുന്നത് മാത്രം, അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. The certificate is issued to person with disabilities mentioned under the Right of Person with Disabilities Act 2016. നമ്മുടെ ആക്ടിനെ പറ്റി ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ ആദ്യം അല്ലെ. അപ്പൊ ഈ ഒരു ആക്ട്, അതായത് ഈ ഒരു പേഴ്സൺസിന് ഡിസബിലിറ്റി ഉള്ള അല്ലെങ്കിൽ വൈകല്യങ്ങളുള്ള ഒരു പേഴ്സണ് ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത് ഏത് ആക്ടിന്റെ കീഴിലാണ്? ഏത് ആക്ടിന്റെ കീഴിലാണ്? റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 കീഴിലാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഏത് ആക്ട് ആണെന്നുള്ളത്? റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, വികലാംഗ അവകാശ നിയമം 2016 കീഴിലാണ് ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ഇങ്ങനെയുള്ള ഇവർക്ക് ഡിസബിലിറ്റിക്ക് അനുസരിച്ച് ഇവർക്ക് വിതരണം ചെയ്യുന്നത്. And the certificate is valid for a period of 5 years. ഇപ്പൊ ഇവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എത്ര വർഷത്തേക്കാണ് വാലിഡിറ്റി? അതും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ, ചോദിക്കാറുള്ള ഭാഗമാണ്. 5 വർഷത്തേക്കാണ് അതിന്റെ വാലിഡിറ്റി, അല്ല ഒരു വാലിഡ് പീരീഡ് എന്ന് പറയുന്നത്. When there is no chance of variation in the degree. അപ്പൊ ആദ്യം നമ്മള് ഇപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു, ചിലപ്പോൾ ചില ആക്സിഡന്റ് വഴി വരുന്നവരുണ്ടാവും അല്ലെ, ഇല്ലേ? ചിലർക്ക് ജന്മനാ ഉള്ളതാവാം, അല്ലെങ്കിൽ ചിലർക്ക് ഇപ്പൊ ഒരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു വൈകല്യമായിട്ടുണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ആ ഒരു 5 വർഷത്തേക്ക് ഒരു ടെമ്പററി ആയിട്ടാണ് ഇവർക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ആ ഒരു 5 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയും ഈ ഒരു മെഡിക്കൽ അതോറിറ്റിയുമായിട്ട് ഇവർ സമീപിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സമീപിച്ച് ഇവർക്ക് ആ ഒരു ഡിഗ്രി ഓഫ് ഡിസബിലിറ്റി, ആ ഡിസബിലിറ്റിയുടെ ആ ഒരു തോതില് എന്തെങ്കിലും അല്ലെങ്കിൽ ആ അളവിലൊക്കെ വ്യത്യാസങ്ങളുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കും. അങ്ങനെ ആ ഒരു വ്യത്യാസമൊന്നുമില്ല. മുൻപ് 5 വർഷത്തിന് മുൻപ് എങ്ങനെയായിരുന്നു അവരുടെ കണ്ടീഷൻ ഇരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും അവരുടെ കണ്ടീഷൻ ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ യാതൊരുവിധ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർ ആ ഒരു സർട്ടിഫിക്കറ്റ് എന്തായാലും കൊടുക്കും, പെർമനന്റ് ആക്കി കൊടുക്കും.
മനസ്സിലായോ? ടെമ്പററി ആയിട്ടായിരുന്നു എടുത്തിരുന്നത്, അത് പെർമനന്റ് ആക്കി കൊടുക്കും. അതേസമയം ജന്മനാ ഉള്ളതൊക്കെ ആണെങ്കിൽ അവർക്ക് ഓൾറെഡി പെർമനന്റ് സർട്ടിഫിക്കറ്റ് തന്നെ ആയിരിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന കേസൊക്കെ ആണെങ്കിൽ ഒരു 5 വർഷത്തേക്ക് അവർക്ക് ഒരു ടെമ്പററി ആയിട്ടുള്ള ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതായത് പ്രധാനമായിട്ടും ഈ പറയുന്ന ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഗവൺമെന്റിന് കുറെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടെമ്പററി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഇനി അതിനുശേഷം 5 വർഷം കഴിയുമ്പോഴും ഇവരുടെ ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു അളവിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യും. ക്ലിയർ ആണോ? 2 പോയിന്റ്സ് ചോദിക്കാറുള്ള ഭാഗമാണ് കേട്ടാ. 3 ഏത് ആക്ട് പ്രകാരമാണ് ഇത് കൊടുക്കുന്നത്, എത്ര വർഷമാണ് അതിന്റെ ഗ്യാരണ്ടി, എങ്ങനെയാണ് പെർമനന്റ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്നത്, അത് 3 നോട്ട് ചെയ്ത് വെക്കണം കേട്ടാ. Then, in order to get a disability certificate, a person requires a birth certificate and proof of residence. അതൊന്നാണ് അറേഞ്ച് ചെയ്ത് വെച്ചേ. ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ആ വ്യക്തിക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായിട്ട് വരുന്നത്? ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്? ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം അല്ലെ, ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. ആ പ്രൂഫ് ഓഫ് റെസിഡൻസ്, താമസ സ്ഥലം അല്ലെ, അവർ എവിടെയാണോ താമസിക്കുന്നത് ആ ഒരു താമസ സ്ഥലവുമായി ബന്ധപ്പെട്ട് അത് തെളിയിക്കുന്ന ഒരു രേഖ വേണം. ഇങ്ങനെയുള്ള 2 കാര്യങ്ങളും നിർബന്ധമായിട്ടും ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള 2 രേഖകളാണ്. Then if a child is born at home, ചില കുട്ടികൾക്ക് പണ്ട് കാലത്തെ വീടുകളിലല്ലായിരുന്നു പ്രസവം അല്ലെ, ജനനം നടക്കുന്ന വീടുകളിലായിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നേരിട്ട് അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് അറിയിക്കുകയും നമുക്ക് സാധാരണ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാറുണ്ട്. അതേസമയം വീടുകളിൽ ജനിക്കുന്ന കുട്ടികളാകുമ്പോ the parents can get the birth certificate from the district magistrate. അവർക്ക് ആരിൽ നിന്ന് ബർത്ത് സർട്ടിഫിക്കറ്റിനെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൽ നിന്നുമാണ് ആ പാരന്റ്സിന്, അതായത് വീടുകളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൽ നിന്നോ ആണ് അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുക. ഈ പറയുന്ന ഈ ഒരു നിയമം പ്രധാനമായിട്ടും ഇഷ്യൂ ഓഫ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എന്തിന് കീഴിലാണ് ഈ ഒരു നിയമം? ഏതാണ് ഈ നിയമം? റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 ആണ് അല്ലെ. അതിന് കീഴിലാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നത്. അത് പ്രധാനമായിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ടത്, അതിനൊരു മെഡിക്കൽ ബോർഡ് ഉണ്ടായിരിക്കും. ആ മെഡിക്കൽ ബോർഡ് അത് സ്റ്റേറ്റ് ലെവലിലാവാം അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിലാവാം. ഒരു മെഡിക്കൽ ബോർഡ് ഉണ്ടാവും. ആ ബോർഡിൽ പ്രധാനമായിട്ട് വരുന്ന അംഗങ്ങളാരൊക്കെയാണ്. ഇനി അതിലൊരു എക്സ്പേർട്ട് ആയിട്ട് വരുന്നത് എന്താണെന്നുള്ള എക്സാമ്പിൾ പോലെ കൊടുത്തിരിക്കുമ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. ഇനി ഈ ഒരു സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത് എത്ര വർഷത്തേക്കാണ്, അത് എപ്പോഴാണ് അത് പെർമനന്റ് ആക്കി കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഒരു വ്യക്തിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്, ഇനി ഒരു ചൈൽഡ് വീട്ടിലാണ് ബർത്ത് നടന്നിരിക്കുന്നതെങ്കിൽ അവർക്ക് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൽ നിന്നുമായിരിക്കും ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുക. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു നിയമത്തിന്റെ കീഴിൽ പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇതൊന്ന് വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.